I like the film very much. Not because കമലഹാസന്റെ പേര് പറഞ്ഞുകൊണ്ടല്ല. ഹായ് ഗൈസ്, എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തങ്കമണി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ദിലീപേട്ടൻ്റെ സിനിമയാണ്. ഈ മാസം ഞാൻ കാത്തിരിക്കുന്ന സിനിമകളിലെ ഒരു സിനിമയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണെങ്കിൽ പോലും ഞാനിതിനെക്കുറിച്ച് കുറച്ച് കമൻസുകൾ ചില ഗ്രൂപ്പുകളിലൊക്കെ കണ്ടായിരുന്നു. എന്തോ സിനിമയുടെ ട്രെയിലർ അത്രയും പോരാന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞായിരുന്നേ. കുറച്ച് നേരം വൈകി പോയി റിയാക്ട് ചെയ്യാനായിട്ട്. എന്തിനാണെങ്കിൽ നമുക്കൊരു വീഡിയോ കണ്ടുവെക്കാം. അതിന് മുമ്പേ തന്നെ എനിക്ക് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ പറയാനായിട്ടുള്ളത് മഞ്ഞുമൽ ടീമിനാണ്. മഞ്ഞുമൽ ബോയ്സ് പറയുന്ന സിനിമ സീൻ മാറ്റുന്നുള്ളൊരു കാര്യം സുഷിൻ പറഞ്ഞായിരുന്നു അല്ലേ? സുഷിൻ പറഞ്ഞൊരു കാര്യം കറക്റ്റ് ആയെന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും. കേരളത്തിൽ ഈ സിനിമ അത്യാവശ്യം നല്ല രീതിക്ക് സീൻ മാറ്റിയിട്ടുണ്ട്. ഐ മീൻ കഴിഞ്ഞ മാസം ഇറങ്ങിയിരിക്കുന്ന എല്ലാ സിനിമകളും ഒന്നിനൊന്നും മെച്ചായതുകൊണ്ട് തന്നെ സിനിമകളുടെയൊക്കെ ഒപ്പം തന്നെ ഓടുന്ന ഒരു സിനിമയായിട്ട് മാറിയേക്കാണ് മഞ്ഞുമൽ ബോയ്സ് പറയുന്നത്. നല്ല രീതിക്ക് കളക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ ഉള്ളതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ടിക്കറ്റ് സെയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇതുവരെയുള്ള റെക്കോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 കോടിയിലധികം കളക്ഷൻ ഓൾറെഡി സിനിമ നേടിക്കഴിഞ്ഞുള്ള വാർത്തകളാണെന്നൊക്കെ അറിയാനായിട്ട് വരുന്നത്. അത്രയും ഗംഭീരമായിട്ടാണ് സിനിമയുടെ കളക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗംഭീരമായിട്ട് റെസ്പോൺസാണ്. കണ്ടേക്കുന്ന ആൾക്കാരൊക്കെ റെസ്പോൺസ് കാണുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ലിയോ പോലെയുള്ള സിനിമകൾ വന്നിട്ട് ഒരു തമിഴ് സിനിമ വന്നിട്ട് മലയാള സിനിമയിൽ നിന്ന് റെക്കോർഡുകൾ അടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് മലയാള സിനിമകളും അവിടെ ചെന്ന് ഗംഭീരமான റെക്കോർഡുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിവേ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ ടു ദ മഞ്ഞുമൽ ബോയ്സ്. കമലഹാസൻ്റെ ഒപ്പമുള്ള അവരുടെ വീഡിയോ മറ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഭയങ്കര രസകരമായിട്ട് ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് തോന്നി. കാരണം പുറത്തു നിന്നുള്ളൊരു ബിഗ് സ്റ്റാർ, നമ്മുടെ കമൽ സാറിനെ പോലുള്ള ഒരു ബിഗ് സ്റ്റാർ നമ്മുടെ സിനിമേനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പറയുന്ന സമയത്ത് ദാറ്റ്സ് എ ബിഗ് തിങ്. കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു ഓസ്ലർ മൂവിയുടെ OTT എന്നാണ് ഇറങ്ങുന്നത് എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ഓൾറെഡി അറിയാം സിനിമ നല്ല രീതിക്ക് സക്സസ്ഫുൾ ആയിരുന്നു. അത്യാവശ്യം നല്ല സെറ്റായിട്ട് ഓടിയിരുന്ന ഒരു പടമായിരുന്നു. കുറേ ആൾക്കാർ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ സിനിമയിലുള്ള നായകനോട് ക്രഷ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എനിവേ സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ടുള്ള സംഭവം എന്നല്ല പറയുന്നത്. പക്ഷേ മമ്മൂട്ടിയുടെ ആ ഒരു എൻട്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗംഭീരം തന്നെയായിരുന്നു. അതൊരു നല്ലൊരു പഞ്ചുള്ളൊരു സീൻ തന്നെയായിരുന്നു. എനിവേ സിനിമ ഇറങ്ങാനായിട്ട് പോകുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ്. മാർച്ച് 20-ാം തീയതിയാണ് സിനിമ OTT റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറേ കാലമായിട്ട് കാത്തിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നില്ല കാര്യം ഇത്രയാണ് നേരം വൈകേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് നേരം വൈകി പോയി സിനിമ OTT-ലോട്ട് വരാനായിട്ട്. സാധാരണ ഒരു 10-30 ദിവസം കഴിയുമ്പോഴേക്കൊക്കെ സിനിമ വരാറുണ്ടല്ലേ. പക്ഷേ ഇതിപ്പോൾ അതൊക്കെ മേലെ വന്നിട്ടുണ്ട്. എനിവേ സിനിമ ഇറങ്ങാനായിട്ട് പോകുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ്. മാർച്ച് 20-ആം തീയതിയാണ് സിനിമ ഒഫീഷ്യലി OTT റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രേമൽ സിനിമയുടെ തെലുഗു ട്രെയിലർ വന്നിട്ടുണ്ട്. സിനിമയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി 70 കോടി കഴിഞ്ഞ് 80 കോടിയിലോട്ട് എത്താനായിട്ട് പോവാണ്. സിനിമ 100 കോടി അടിക്കുന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. അത്ര ഗംഭീരമായിട്ടാണ് സിനിമയുടെ പോക്ക്. ആൻഡ് ഇതിനൊപ്പം തന്നെ OTT റൈറ്റ്സ് ഗംഭീരമാണ് ഒരു തുകയാണ് വിറ്റ് പോയിക്കണേ എന്നുള്ളൊരു വാർത്തകളും മറ്റു കേൾക്കാൻ വരുന്നുണ്ട്. അത് എത്ര രൂപയ്ക്കാണെന്നുള്ളൊരു കാര്യം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലെങ്കിലും നല്ലൊരു വിലയ്ക്ക് തന്നെയാണ് ആ സിനിമ വിറ്റ് പോയിക്കണേ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 4 കോടി രൂപയ്ക്ക് എടുത്തായിരുന്ന ഒരു പടമായിരുന്നു. ആ ഒരു പടം ഇത്രയും വലിയൊരു ക്യാൻവാസിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചില്ലറ പൊക്കൊന്നല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പ്രേമല സിനിമയുടെ തെലുഗു വേർഷൻ നമ്മുടെ SS രാജമൗലിയാണ് അതിൻ്റെ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. അവർ മുഖേന റിലീസ് ചെയ്യാനായിട്ട് പോവാണ്. ഓൾറെഡി ആ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. തെലുഗു വേർഷൻ്റെ ട്രെയിലർ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഡബ്ബിങ് മറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നല്ലൊരു ഗംഭീരമാണ്. തൂക്കാനായിട്ടുള്ള സാധ്യതകൾ കണ്ടിട്ട് തോന്നുന്നു. എനിവേസ് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 2 മാസം എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള മാസമാണ്. അതായത് ഒന്നിനു മേലെ ഗംഭീരമായിട്ടുള്ള സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നെ വരട്ടെ എന്നുള്ള കാര്യം ഞാനും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നല്ല സിനിമകൾ വരുമ്പോൾ അത് നമുക്കും ഒരു എന്റർടൈൻമെന്റ് തന്നെയാണ്, നമുക്കും ഒരു അഭിമാനം തന്നെയാണ്. സോ എനിവേസ് നമുക്ക് തങ്കമണി എന്ന് പറയുന്ന സിനിമ ഒന്ന് കണ്ടുനോക്കാം. അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് പ്ലേ തങ്കമണി ട്രെയിലർ. ദിലീപ്, രതീഷ് രഘുനാഥൻ, സൂപ്പർ ഗുഡ് ഫിലിംസ്. ഓക്കെ. എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കും സൈന പ്ലേ OTT-യിൽ. RB ചൗധരി, ഹൈലൈറ്റ് ബസ്. ഇത് ആരും മേക്കപ്പ് ചെയ്തേ? റോഷൻ, ഹസൻ വൈഫാണ്. വില്ലൻ്റെ മ്യൂസിക് വന്നു. സുധേ നായർ, BGF അക്രമാണല്ലോ. തങ്കമണി നൈറ്റ് ഷോട്ടിലുണ്ട് കേട്ടോ.
ഉടലിൻ്റെ ഡയറക്ടറല്ലേ? ഓക്കെ, ഞാൻ മറന്നെടുക്കായിരുന്നു. This is just the beginning. നമുക്ക് തുടങ്ങാം. മനോജ് പിള്ളൈ. ഗംഭീരമാണ് ലുക്കാണല്ലോ. തങ്കമണി ദ ബ്ലീഡിംഗ് വില്ലേജ് ഒരു വില്ലേജിൽ നടക്കുന്ന കഥയാണ്. ഇതിനെക്കുറിച്ചുള്ള ലൈറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. തങ്കമണി എന്ന് പറയുന്ന ഒരു വില്ലേജിൽ അവിടെ പോലീസുമായിട്ടുണ്ടാകുന്ന ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പിന്നീട് വലിയൊരു പ്രശ്നമായിട്ട് മാറണം. ആ പോലീസുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നതിന് ഒരു റീസൺ ഉണ്ട്. അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട വില്ലൻ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇയാളുമായിട്ട് തുടങ്ങുന്ന ഒരു പ്രശ്നമാണ് പിന്നീട് പോലീസായിട്ടുള്ള പ്രശ്നമായിട്ട് മാറണതും. അങ്ങനെ അത് വലിയൊരു ഊതിപ്പെരിപ്പിച്ചേക്കുന്ന വലിയൊരു സംഭവമായിട്ട് മാറാണ്. അതായത് ചെറിയൊരു കനലിനെ വലിയൊരു തീയാക്കി മാറ്റാന്ന് പറയുന്ന പോലത്തെ ഒരു സ്റ്റോറിയാണ് യഥാർത്ഥത്തിൽ നടന്നേക്കുന്ന ഒരു പോലീസ് വേഴ്സസ് വില്ലേജേഴ്സ്, അവിടെ നടന്നേക്കുന്ന ആൾക്കാരുടെ സ്റ്റോറിയൊക്കെ പറയുന്ന ഒരു സിനിമ തന്നെയാണ് തങ്കമണി എന്ന് പറയുന്നത്. പക്ഷേ ഈ സിനിമയെ കുറിച്ച് ദിലീപ് ഏട്ടൻ പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഈ സിനിമ പകുതി ഫിക്ഷനും പകുതി റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി എന്നുള്ളൊരു കാര്യമൊന്നും. അപ്പോൾ എനിക്ക് തോന്നുന്നു തങ്കമണി വെച്ച് അവിടെ നിൽക്കുന്ന ഈ ഒരു സ്റ്റോറി ലൈൻ, ഈ ഭാഗങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇതിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങൾ കാണിക്കാൻ പോകുന്നത് തങ്കമണിയിൽ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്ന ആ ഒരു കാലഘട്ടവും അവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു മേക്ക് ഓവർ കാണുന്ന സമയത്ത്, ഈ താടി വെച്ചേക്കുന്ന ഇദ്ദേഹത്തിൻ്റെ മേക്ക് ഓവർ കാണുന്ന സമയത്ത് ഇത് പക്ഷേ ഒരു ഫിക്ഷൻ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഈ സിനിമയിൽ ഭയങ്കര ആയിരുന്നു. കാരണം ഈ സിനിമയുടെ ഒരു കഥ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള വലിയൊരു ക്യാൻവാസിൽ വരുന്ന ഒരു കഥ തന്നെയാണ്. ആൻഡ് ഉടലിൻ്റെ ഡയറക്ടർ ആയിരുന്നു, ഇത് പറയാനായിട്ട് വിട്ടുകായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്. ഉടൽ സിനിമ നല്ലൊരു അടിപൊളി സിനിമ തന്നെയായിരുന്നു അല്ലേ. ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു നല്ലൊരു മേക്കിംഗ് അറിയാവുന്ന ഒരു ഡയറക്ടറാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് സാറ്റിസ്ഫൈഡ് ആയോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും മാത്രം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് ഞാൻ പറയില്ല. കാരണം ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് BGMs ആണെങ്കിലും സ്പെഷ്യലി ഈ ഒരു മേക്കപ്പ് ചെയ്തേക്കുന്ന ആൾ ആരാണ്, ഈ മേക്കപ്പ് ചെയ്തേക്കുന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. മേക്കപ്പ് കുറച്ച് പഴഞ്ചൻ സ്റ്റൈലായി, കുറച്ച് ക്ലാസ്സി പോയി എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. വില്ലൻ്റെ ആണെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ നായകൻ്റെ ഒരു ദിലീപ് ലെവൽ സിനിമ എന്ന് പറയുന്ന സമയത്ത്, ദിലീപേൻ്റെ സിനിമകൾ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പുള്ളിയുടെ സിനിമകൾക്ക് ഒരു വേറെ ലെവലാണ്. അതിൻ്റെ മേക്കിങ്ങിലാണെങ്കിലും എല്ലാത്തിനും നല്ലൊരു കണ്ടിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകളാവാറുണ്ട്. ട്രെയിലർ കാണുന്ന സമയത്ത് എനിക്ക് അത്രയും മാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. സ്പെഷ്യലി ഈ ഒരു പഴയ കാലഘട്ടം കാണിക്കുന്ന ആ ഷോട്ടുകൾ, മേക്കപ്പ് മറ്റൊക്കെ. എനിവേ സിനിമ കണ്ടതിന് ശേഷം പറയാം എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യം. സിനിമ ഇറങ്ങാനായിട്ട് പോകുന്നത് ഈ മാസം 8-ാം തീയതിയാണെന്ന് തോന്നുന്നു. യെസ്, ഈ മാസം 8-ാം തീയതിയാണ് ഇറങ്ങാനായിട്ട് പോകുന്നത്. എനിവേ സിനിമ കണ്ടിട്ട് തന്നെ പറയാം എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യം. കാരണം നമുക്കിനി കണ്ടറിയണം കോശി എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയണം. നല്ലൊരു കണ്ടന്റ് തന്നെയാണ്, നല്ലൊരു വ്യത്യസ്തമായിട്ടൊരു കഥ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ആൻഡ് അതിനൊപ്പം തന്നെ നല്ലൊരു ഇമ്പാക്ട് തരാനായിട്ട് ഈ ഒരു ഡയറക്ടറെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ദിലീപേട്ടൻ്റെ പെർഫോമൻസും ഓഫ് കോഴ്സ് അത് നല്ല രീതിക്ക് ഉണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ട്രെയിലർ എനിക്ക് അത്രയും മാത്രം സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, അത് ഞാൻ വീണ്ടും പറയുന്നു. പക്ഷേ സിനിമ വരുന്ന സമയത്ത് അത് ബെറ്റർ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ തിയേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന്, ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ തിയേറ്റേഴ്സ് അസോസിയേഷൻ, അവരുടെ ഭാഗത്തുനിന്ന് സമരങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. സമരമൊക്കെ ഉള്ള കാരണം ഇപ്പോൾ പുതിയ സിനിമകളൊന്നും ഇറങ്ങില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ദിലീപേൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ചർച്ച ചെയ്ത് ഒരു ഡിസിഷൻ എത്താം, സിനിമകളെല്ലാം ഇറങ്ങട്ടെ, എല്ലാം ഓടട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ സിനിമ എന്തായാലും ഇറങ്ങും, ആ കാര്യത്തിൽ വേറെ ഡൗട്ടൊന്നും വേണ്ട. അപ്പോൾ ബാക്കി കാര്യങ്ങൾ തിയേറ്ററിൽ വന്നതിന് ശേഷം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പറയാം. എനിവേസ് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ ഡൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.